നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കന്നിക്കൂറുകാർക്ക് വരാൻ പോകുന്ന ശ്രേഷ്ഠമായ ധനലാഭയോഗത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഇതിനു മുമ്പ് മിഥുനം, വൃശ്ചികം, മകരം, മീനം എന്നീ കൂറുകളിൽ ജനിച്ചവരുടെ 1/6/2026 മുതൽ ഒരു വർഷത്തേക്കുള്ള ശ്രേഷ്ഠ ഫലങ്ങളെക്കുറിച്ചുള്ള 4 വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കന്നിക്കൂറിൽ ജനിച്ചവരിലേക്ക് കടക്കാം. കന്നിക്കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവർക്ക് ഗ്രഹചാരവശാൽ ഇപ്പോൾ അത്ര നല്ല സമയമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കിപ്പോൾ കളത്രഭാവത്തിലെ കണ്ടകശനിയാണ് കഴിഞ്ഞ 1.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടകശനി 3/6/2027 വരെയുണ്ട്. അതിനാൽ ഇവർക്ക് ഭാര്യ അഥവാ ഭർത്താക്കന്മാർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ, ഭാര്യ അഥവാ ഭർത്താവിന് അരിഷ്ടതകൾ, കളത്രത്തെയും സന്താനങ്ങളെയും വിട്ടുനിൽക്കേണ്ടി വരുന്നത് മൂലമുള്ള വിഷമതകൾ എന്നിവ അനുഭവത്തിൽ വരാവുന്നതാണ്. ഈ സമയം വിദേശ സഞ്ചാരം, യാത്രാക്ലേശങ്ങൾ, മാനസിക സംഘർഷങ്ങൾ എന്നിവ ഉണ്ടായേക്കാം. അവിവാഹിതരുടെ വിവാഹാലോചനകൾ അകാരണമായി നീണ്ടുപോവുകയോ അലസിപ്പിരിക്കുകയോ ചെയ്യാം. ഏതൊരു കാര്യം തുടങ്ങിയാലും അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യാം. ഏത് കാര്യവും സാധിച്ചെടുക്കുന്നതിൽ പലവിധ തടസ്സങ്ങൾ നേരിട്ടേക്കാം. പല പ്രകാരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവത്തിൽ വരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ അപ്രതീക്ഷിത തടസ്സങ്ങളും പരാജയങ്ങളും ഉണ്ടാവുകയും അതുമൂലം സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. ബിസിനസ്സും മറ്റും പാർട്ണർഷിപ്പ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്ക് പരസ്പര വിശ്വാസക്കുറവും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുവാനും അതുമൂലം ബിസിനസ് രംഗങ്ങളിൽ തകർച്ചയും മാനസിക ക്ലേശങ്ങളും അനുഭവത്തിൽ വരുവാനും സാധ്യതയുണ്ട്. നടന്നു കിട്ടുമെന്ന് ഉത്തമബോധ്യമുള്ള കാര്യത്തിന് പോകുമ്പോഴും അത് സാധിച്ചെടുക്കുവാൻ കഴിയാതെ വരാം. ഭാര്യ അഥവാ ഭർത്തൃസംബന്ധമായ കുപ്രചാരണങ്ങൾ കേൾക്കേണ്ടി വന്നേക്കാം. മനസ്സറിയാതെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മിഥ്യാപവാദങ്ങൾ കേൾക്കേണ്ടി വരികയോ ചെയ്യാം. വിവാഹബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുന്നതിനും പ്രേമികൾക്കിടയിൽ പ്രേമനൈരാശ്യത്തിനും സാഹചര്യം ഉണ്ടായേക്കാം. ഈ വിധത്തിൽ പലവിധ സാമ്പത്തിക മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കണ്ടകശനി സമയമാണ് ഈ കൂറുകാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് അടുത്ത ഒരു വർഷത്തെ കൂടി നീണ്ടു നിൽക്കും. അതിനോടൊപ്പം വ്യാഴവും ഇവർക്കിപ്പോൾ അനിഷ്ടഭാവമായ 10ാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ കൂറുകാർക്ക് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, സ്ഥലം മാറ്റം, ഭാരിച്ച ജോലികൾ ചെയ്യേണ്ടി വരിക, ഗുരുജനങ്ങളുടെ അപ്രീതി, വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അതിൽ തടസ്സങ്ങളും പരാജയങ്ങളും, വീടുപണി മൂലവും വാഹനങ്ങൾ മൂലവും ഉണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, മാതാവുമായോ മാതൃതുല്യരുമായോ ഉള്ള സ്വരച്ചേർച്ചയില്ലായ്മ, ഇവർ മൂലമുണ്ടാകാവുന്ന മാനസിക ക്ലേശങ്ങൾ എന്നിവ അനുഭവത്തിൽ വരാവുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവസ്ഥിതി മൂലം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നല്ല ദശാപഹാര സമയം നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വന്നു കാണില്ല. ഇവർക്ക് കണ്ടകശനി അടുത്ത ഒരു വർഷം കൂടി, അതായത് 3/6/2027 വരെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാലും വീണ്ടും 2 വർഷത്തേക്ക് അഷ്ടമശനി സമയമാണ് വരാൻ പോകുന്നത്. എന്നാൽ 1/6/2026 അതായത് 1201 ആണ്ട് ഇടവമാസം 18-ാം തീയതി തിങ്കളാഴ്ച രാത്രി 1:48 വ്യാഴം അതിൻ്റെ
ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് പകരുന്നത് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹമാണ്. ഇവർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇഷ്ടഭാവമായ ലാഭസ്ഥാനത്തേക്കാണ്. അതിനാൽ കന്നിക്കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവർക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറി 1/6/2026 മുതൽ ഒരു വർഷത്തേക്ക് പല പ്രകാരത്തിലുള്ള സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മൂലം വ്യാഴത്തിൻ്റെ പൂർണ്ണദൃഷ്ടി ശനിയുടെ മേൽ പതിക്കുമെന്നതിനാൽ ഈ കൂറുകാരുടെ കണ്ടകശനി ദോഷഫലങ്ങളിലും കുറവുണ്ടാകും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും മറ്റും മാറി സ്വരച്ചേർച്ചയിൽ എത്തും. വ്യാപാര വ്യവസായ രംഗങ്ങളിലുള്ള മാന്ദ്യം മാറി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. കൂട്ടുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ബിസിനസ് നല്ല രീതിയിൽ പുരോഗമിക്കുകയും ചെയ്യും. ബിസിനസ് പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും അതുവഴി സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. അവിവാഹിതരുടെ മുടങ്ങിക്കിടന്നിരുന്ന വിവാഹാലോചനകൾ പുനരാരംഭിക്കുന്നതിനോ അഥവാ പുതിയ നല്ല വിവാഹാലോചനകൾ വന്നു ചേരുന്നതിനോ സാധ്യത തെളിയും. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറി വിദ്യാപുരോഗതി ഉണ്ടാവുകയും നല്ല മാർക്കോടെ പരീക്ഷകളിൽ വിജയം നേടുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്കും ഈ സമയം നല്ലൊരു സമയമായിരിക്കും. പുതിയ നല്ല ജോലിയോ സർക്കാർ ജോലിയോ കിട്ടുന്നതിനും ജോലിയുള്ളവർക്ക് അതിൽ സ്ഥാനക്കയറ്റം കിട്ടി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവരുടെ ജോലിഭാരം കുറയുകയും മേലധികാരികളുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ക്ഷീരവ്യവസായങ്ങളിലും കൃഷികാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും വരുവാൻ പോകുന്നത്. ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സന്താനങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്നതിനും അതിൽ കൂടിയുള്ള സാമ്പത്തിക ലാഭത്തിനും സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന വീട് പണിയോ വീടിൻ്റെ അറ്റകുറ്റപ്പണിയോ പുനരാരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യും. മാതാവിൽ നിന്നോ അഥവാ മാതൃതുല്യരിൽ നിന്നോ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകും. കളത്രത്തിന് ജോലി കിട്ടുകയോ അഥവാ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുകയോ വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ജോലി സംബന്ധമായുള്ള യാത്രകളിൽ കൂടി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശത്തോ ദൂരസ്ഥലത്തോ ജോലി ചെയ്യുന്ന കളത്രവും സന്താനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും സുഖാനുഭവങ്ങൾ പങ്കിടുകയും ചെയ്യും. പുതിയ വാഹനങ്ങളും ഈ സമയം വാങ്ങുവാൻ സാധ്യതയുണ്ട്. ഭൂസ്വത്തുക്കളിൽ നിന്നും കൂടുതൽ ആദായം ലഭിക്കും. വസ്തുവകൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവ നല്ല വിലയ്ക്ക് വിൽക്കുന്നതിനും കൂടുതൽ ലാഭം ഉണ്ടാക്കുവാനും സാധിക്കും. സഹോദരി സഹോദരങ്ങളിൽ നിന്നും കൂടുതൽ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഭാഗ്യക്കുറി മുതലായവയിൽ നിന്നും അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും. രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളിൽ നിന്നും കൂടുതൽ വിശ്വാസം നേടിയെടുക്കുന്നതിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ 1/6/2026 മുതൽ ഒരു വർഷത്തേക്ക് കന്നിക്കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവർക്ക് കണ്ടകശനി ദോഷം കുറയുന്നതിനോടൊപ്പം വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രത്തിലെ ഇഷ്ടഭാവത്തിലെ സ്ഥിതി മൂലം തൊട്ടതിലൊക്കെ നേട്ടങ്ങൾ കൊയ്യുന്നതിന് തുടക്കം കുറിക്കും. ഈ ഫലങ്ങൾ ഇതേപോലെ അനുഭവത്തിൽ വരണമെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശാപഹാര സമയം കൂടി നല്ലതായിരിക്കണം. അല്ലാത്തവർക്ക് ഈ ഫലങ്ങൾ ഭാഗികമായി മാത്രമേ അനുഭവത്തിൽ വരികയുള്ളൂ.
അപ്പോൾ വരാൻ പോകുന്ന ഈ നല്ല കാലത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞ് നല്ല കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ക്രമീകരിക്കുവാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പുകൾ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശുഭാശംസകൾ.